ടൊവിനോ നായകനായി അടുത്ത റിലീസിന് വരുന്ന ഒരു സിനിമയാണല്ലോ ഐഡന്റിറ്റി എന്ന ചിത്രം. ഈ സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ ജനുവരി 1-ാം തീയതി തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഗരുഡൻ എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ വർമ്മയുടെ സംവിധാനത്തിൽ അടുത്തൊരു സിനിമ വരുന്നു. സിനിമയിൽ നായകനായി ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ എത്തുമെന്നും സിനിമ നിർമ്മിക്കുക മാജിക് ഫ്രെയിംസും കൂടിയായിരിക്കും. രാംചരൺ നായകനാവുന്ന RC-60 എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ മൈസൂരിൽ ആരംഭിച്ചിരിക്കുകയാണ്. ജാഹ്നവി കപൂറാണ് സിനിമയിൽ നായികയെത്തുന്നത്. ഒപ്പം ശിവരാജ്കുമാറും അതുപോലെ തന്നെ ജഗപതി ബാബുവും ഈ സിനിമയിൽ മറ്റുള്ള പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ടൊവിനോ നായകനാവുന്ന അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ പള്ളിച്ചട്ടമ്പി. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ തുടങ്ങിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡിജോ ജോസേനണി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു പീരിയോഡിക് ആക്ഷൻ ഫിലിം കൂടിയാണ്. ജവാൻ എന്ന സിനിമയ്ക്ക് ശേഷം അറ്റ്ലി സംവിധാനം ചെയ്യുന്ന അടുത്തൊരു പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ സൽമാൻ ഖാനെ നായകനാക്കിയിട്ടുള്ള ഒരു സിനിമ. ഈ സിനിമയിൽ ഇപ്പോഴത്തെ രജനീകാന്തും കമൽഹാസനും വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ സൽമാൻ ഖാൻ ഒരു വാരിയറിന്റെ റോളിലായിരിക്കും എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പാസ്റ്റിലും പ്രസന്റിലും കഥ പറയുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പോഴത്തെ 500 കോടിക്ക് മുകളിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പീരിയോഡിക് ഹിസ്റ്റോറിക്കൽ ഫിലിമായിട്ടാണ് ഇത് വരുന്നത്. സൂര്യനായകനാവുന്ന പുതിയ സിനിമയാണല്ലോ RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ 45. ഈ സിനിമയിൽ ഇപ്പോൾ തൃഷ നായികയെ എത്തുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടെല്ലാം ഡിസംബർ ഫസ്റ്റ് വീക്കിൽ കോയമ്പത്തൂരിലായിരിക്കും ഷൂട്ടെല്ലാം ആരംഭിക്കുക. ഈ സിനിമ ഒരു എന്റർടൈനർ സിനിമയായിരിക്കുമെന്ന് RJ ബാലാജി മുമ്പേ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു എന്റർടൈനർ സിനിമ കൂടാതെ തന്നെ ഈ സിനിമ ഒരു ഡിവോഷണൽ ടച്ചുള്ളൊരു സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സിനിമയ്ക്ക് കഥയെല്ലാം ഒരുക്കുന്നത് സർപ്പട്ടൈ പരമ്പരൈ, തങ്കലൻ, ബ്ലൂ സ്റ്റാർ, സ്വർഗവാസൽ എന്ന സിനിമക്കെല്ലാം കഥയൊരുക്കിയ റൈറ്ററും കൂടിയാണ്. മിഷ്കിന്റെ സംവിധാനത്തിൽ വിജയ് സേതുപതി നായകനാവുന്ന സിനിമയാണ് ട്രെയിൻ എന്ന ചിത്രം. ഈ സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ ടീം പ്ലാൻ ചെയ്യുന്നത് ജനുവരി പൊങ്കൽ റിലീസായിട്ടും കൂടിയാണ്. എന്തായാലും ഈ സിനിമ ഒരു ഡാർക്ക് ത്രില്ലർ ഫിലിമും കൂടിയായിട്ടാണ് വരുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണല്ലോ മലയാളത്തിലെ തന്നെ വമ്പൻ മൾട്ടി സ്റ്റാർ ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ ഒരു സ്പൈ ആക്ഷൻ ഫിലിമായിട്ടായിരിക്കും വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. 80 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ശ്രീലങ്കയിലെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ മമ്മൂട്ടി ഇപ്പോഴത്തെ ഡി-ഏജ്ഡ് ലുക്കിലും വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലുമുള്ള സീനുകളെല്ലാം ഫ്ലാഷ് ബാക്കിലായിരിക്കും വരിക. ഈ സിനിമയിൽ മോഹൻലാൽ ഒരു നെഗറ്റീവ് റോളിൽ എത്തുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇവരെ കൂടാതെ തന്നെ ഈ സിനിമയിൽ കൺഫേം എന്ന് പറയാൻ പറ്റുന്നത് നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി, സിദ്ദീഖ്, ഫഹദ് ഫാസിൽ, രഞ്ജി പണിക്കർ, ദർശന രാജേന്ദ്രൻ എന്നിവരും കൂടിയാണ്. സിനിമയുടെ മെയിൻ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് അസർബൈജാൻ, തായ്ലൻഡ്, വിസാഖ്, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്ന സ്ഥലങ്ങളിലും കൂടിയായിരിക്കും. സിനിമയുടെ ഫുൾ ഷൂട്ട് 150 ദിവസത്തോളം കൂടിയായിരിക്കും. ദുൽഖറും പൂജ ഹെഗ്ഡെയും ഒന്നിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇപ്പോൾ വരുന്നു. സിനിമ ഒരു പുതുമുഖ സംവിധായകനായിരിക്കും സംവിധാനം ചെയ്യുക. ദുൽഖറിനെ കൂടാതെ തന്നെ മറ്റൊരു വലിയൊരു ഹീറോയും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം അടുത്ത വർഷമായിരിക്കും ആരംഭിക്കുക. മാവീരൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോഴത്തെ മഡോൺ അശ്വിന്റെ അടുത്തൊരു സിനിമ വരുന്നു. നായകനായി ചിയാൻ വിക്രം എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. രജനീകാന്ത് നായകനായി വന്ന് ഒക്ടോബർ 10 റിലീസായ രജനിയുടെ പുതിയ സിനിമയായിരുന്നല്ലോ വേട്ടയൻ എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ വേൾഡ് വൈഡായി ഫൈനൽ കളക്ഷൻ നേടിയിരിക്കുന്നത് 245 കോടിക്ക് മുകളിലാണ്. സിനിമയുടെ ബഡ്ജറ്റിലെല്ലാം നോക്കുകയാണെങ്കിൽ ഈ സിനിമ വൻ നഷ്ടമായി എന്നപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിരിക്കുകയാണ്. 300 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ സിനിമയുടെ നഷ്ടം വീട്ടാൻ ഇപ്പോഴത്തെ രജനി ലേഖയ്ക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂലി എന്ന സിനിമയുടെ രജനിക്ക് ഇനി വലിയൊരു കംബാക്ക് ഉണ്ടാകുമെന്നെല്ലാം പ്രതീക്ഷിക്കാം. മമ്മൂട്ടി നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ജിതിൻ തോമസ് സംവിധാനം ചെയ്ത് വിനായകനും ഒരു പ്രധാന വേഷത്തിൽ വരുന്ന ഈ സിനിമ. സിനിമയുടെ ഷൂട്ടെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ ടീം പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം വിഷു റിലീസായിട്ടും കൂടിയായിരിക്കും. പ്രഭാസ് നായകനായി വന്ന് വൻ വിജയമായ ഒരു സിനിമയായിരുന്നല്ലോ കൽക്കി ഏടി എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ ജപ്പാനിൽ റിലീസിനെത്തുന്നു. അടുത്ത വർഷം ജനുവരി 3-നായിരിക്കും ഈ സിനിമയുടെ ജപ്പാനിൽ റിലീസ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ദളപതി 69 എന്ന സിനിമയ്ക്ക് ശേഷം എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണല്ലോ ശിവകാർത്തികനെ വെച്ചുള്ള ഒരു സിനിമ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഷൂട്ടെല്ലാം നിലവിൽ ശിവകാർത്തികന്റെ ശേഷമായി തുടങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ വന്നൊരു മലയാള സിനിമയായിരുന്നു ഒരു വെള്ളിയേട്ടൻ എന്ന ചിത്രം. ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഇപ്പോഴത്തെ ദുൽഖറിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഡയറക്ടറായ ഷാജി കൈലാസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകൾ നടക്കുന്നു എന്നപ്പോൾ ഇന്റർവ്യൂവിൽ ഷാജി കൈലാസ് കൺഫേം ആക്കിയിട്ടുണ്ട്.